ഇന്നത്തെ നമ്മുടെ വീഡിയോ നാളികേരം ഒന്നും ചേർക്കാതെ വളരെ സ്വാദോടുകൂടി തയ്യാറാക്കിയെടുക്കുന്ന മുളക് ചട്നിയാണ്. ഈ ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 12 വെളുത്തുള്ളിയും 20 കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് എരിവിനായിട്ട് 15 വറ്റൽമുളകും 8 കാശ്മീരി മുളകും കൂടി ചേർത്ത് നല്ലതുപോലെ മുരിയിച്ചൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. പുളിപ്പിന് ആവശ്യമായ വാളൻ പുളി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി മുരിയിച്ചെടുക്കാം. ചേരുവകളൊക്കെ ഒന്ന് വഴണ്ടു കഴിഞ്ഞാൽ 2 തക്കാളി കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ വഴറ്റി നല്ലതുപോലെ മുരിഞ്ഞു വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കും. വറവ് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ മുരിയിച്ച് അരച്ചെടുത്തിട്ടുള്ള ചട്നി കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. എരിവൊക്കെ ഒന്ന് പൊയ്ക്കിട്ടാനായിട്ട് മൂടി വെച്ച് വേണം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ നല്ലതുപോലെ വെട്ടി തിളച്ചെന്ന് കുറുക്കിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുളകിന്റെ കുത്തൽ ടേസ്റ്റ് മാറാനായിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ ദോശയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് വീടുകൾ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ.